Good morning, dear students. Today we are going to learn about a cell organelle called the Golgi complex. അപ്പോൾ ഈ ഗോൾജി കോംപ്ലക്സ് ഇതിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാന്നറിയാമോ? ഇറ്റാലിയൻ സൈറ്റോളജിസ്റ്റ് ആയിട്ടുള്ള കാമിലിയോ ഗോൾജിയാണ്. 1898. എവിടെയാ? ഓൾസ് എന്ന് പറയുമ്പോൾ അറിയാം, മൂങ്ങയുടെ നെർവ് സെൽസിലാണ് ഈ കാമിലിയോ ഗോൾജി ആദ്യമായിട്ട് ഗോൾജി കോംപ്ലക്സ് കണ്ടുപിടിച്ചത്. അപ്പം ഈ ഗോൾജി കോംപ്ലക്സ് പ്ലാന്റ്സിന്റെ സെല്ലിനകത്തും ഉണ്ട്. പ്ലാന്റ്സിന്റെ സെല്ലിനകത്ത് വരുമ്പോഴത്തേക്ക് ഗോൾജി കോംപ്ലക്സിന് വേറൊരു പേരാണ്. നമ്മൾ വീട്ടുപേര് നാട്ടുപേര് എന്നൊക്കെ പറയുന്നത് പ്ലാന്റ്സിന്റെ ബോഡിയിൽ വരുമ്പോൾ വേറൊരു പേരാണ്. അതിന്റെ പേരാണ് ഡിക്റ്റിയോസോംസ്. അപ്പൊ ഡിക്റ്റിയോസോംസ് എന്ന് പേര് കേൾക്കുമ്പം ഇത് ഏത് ഓർഗനൽ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയരുത്. അത് ഗോൾജി കോംപ്ലക്സ് തന്നെയാണ്. ഓക്കെ, ഇനി അതിന്റെ ഒക്കറൻസ് നോക്കുവാണെങ്കിൽ നോർമലി ഗോൾജി കോംപ്ലക്സ് എവിടെയാ കാണുക സാധാരണ? സെല്ലിന്റെ ന്യൂക്ലിയസിനോട് ചേർന്നിട്ടായിരിക്കും. ഉണ്ടോ? ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ ഗോൾജി കോംപ്ലക്സ്. അപ്പം ന്യൂക്ലിയസിനോട് ചേർന്നാണ് കാണുന്നത്. അനിമൽ സെൽസിലാണെങ്കിൽ സെൻട്രോസോംസിനോട് ചേർന്ന്, സെൻട്രോസോംസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടെയാണ് ലൊക്കേഷൻ. അതും വേറൊരു രീതിയിൽ പറയുകയാണ്, ന്യൂക്ലിയസിന്റെ അടുത്ത് തന്നെയാണ്. ഇനി നോൺ പോളറൈസ്ഡ് സെൽസിലാണെങ്കിലോ ഒരുപാട് ഗോൾജി കോംപ്ലക്സ് സെൽസ് ഗോൾജി കോംപ്ലക്സ് സെൽസ് ഉണ്ടായിരിക്കും. ഇനി എന്താണ് ഈ നോൺ പോളറൈസ്ഡ് സെൽസ് എന്ന് പറഞ്ഞാൽ? പോളറൈസ്ഡ് സെൽസ്, നോൺ പോളറൈസ്ഡ് സെൽസ്. അപ്പോൾ ഈ പോളറൈസ്ഡ് സെൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം പറയാം. അങ്ങനത്തെ സെൽസുകൾക്കെല്ലാം എപ്പോഴും ഒരു ഓറിയന്റേഷൻ ഉണ്ടായിരിക്കും. അതിന്റെ എപ്പെക്സ് ഇവിടെ ഇരിക്കും, ലാറ്ററൽ സൈഡ് ഇവിടെ ഇരിക്കും, ബേസൽ സർഫസ് ഉണ്ടായിരിക്കും, അത് ബേസ്മെന്റ് മെംബ്രെയിനോട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. അതുകൊണ്ട് അഡ്ജസൻറ്റ് സെൽസുമായിട്ട് കണക്ട് ചെയ്യാൻ സെൽ ജംഗ്ഷൻസ് ഉണ്ടായിരിക്കും. എന്നാൽ ഒരു നോൺ പോളറൈസ് സെൽസിന് ഇങ്ങനെ ഒരു കറക്റ്റ് ഓറിയന്റേഷൻ, ഈ ഒരു രീതിയിലുള്ള ഓറിയന്റേഷൻ ഇല്ലായിരിക്കും. അങ്ങനെയുള്ള സെൽസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സോ മെനി ഗോൾജി കോംപ്ലക്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ലിവർ സെല്ലിനകത്ത് നോക്കുവാണെങ്കിലും എത്ര വരും? അബൌട്ട് 50 ഗോൾജി കോംപ്ലക്സ് നമുക്ക് കാണാൻ കഴിയും. ഇനി അതിന്റെ മോർഫോളജി നോക്കുവാണെങ്കിൽ നോക്കിയേ, അപ്പിയറൻസ് നോക്കിക്കേ, കുറേ സാക്ക് ലൈക്ക് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് പാരലി ഒന്നിന്റെ മോളി വെച്ചിരിക്കുന്ന പോണക്കൊരു ഒരു അപ്പിയറൻസ് ആണ്. അതിന്റെ കൂടെ ചില റൗണ്ട് സ്ട്രക്ചേഴ്സ്, അതിനെ വെസിക്കിൾസ് എന്ന് പറയും, അതും ഉണ്ട്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ ഇരിക്കുകയാണെങ്കിലും നമ്മളെ ബോഡി നമ്മൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിലും അതിന് കുറേ പോർഷൻസ് ഉണ്ടല്ലോ, കൈ, കാല്. അതേപോലെ ഈ സിസ്റ്ററിനെ മൊത്തത്തിലിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ഇങ്ങനെയാണെങ്കിലും ഇതിന് ചില ഡിസ്റ്റിങ് പോർഷൻസ് ഉണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ ഒന്നാണ് ഗോൾജി സിസ്റ്ററിനെ എന്ന് പറയും. ഗോൾജി സിസ്റ്ററിനെ എന്ന് പറയുന്നത് ഈ നടുക്കലത്തെ പോർഷനാണ് കേട്ടോ. ഫ്ലാറ്റൻഡ് സാക്സ് ദാറ്റ് അറേഞ്ച്ഡ് പാരലി വൺ അബവ് ദി അതർ. ഉണ്ടോ? ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിരിക്കുന്ന ഫ്ലാറ്റൻഡ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ. അപ്പം ഒരു ഫ്ലാറ്റൻഡ് സാക്ക്, അടുത്ത ഫ്ലാറ്റ്, ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 to 30 നാനോമീറ്റർ ആണ് ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ദേ ആർ അറേഞ്ച്ഡ് കോൺസെൻട്രിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ കോൺസെൻട്രിക്കൽ അറേഞ്ച്മെന്റ്? ഇപ്പൊ നമ്മൾ കുറേ സർക്കിൾസ് എടുക്കുവാണ്. ഈ സർക്കിൾസിന്റെ എല്ലാം സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയല്ലേ? അപ്പൊ ഇതിനെയാണ് കോൺസെൻട്രിക് അറേഞ്ച്മെന്റ്. അതേപോലെ ഒരു സർക്കിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്തുകൂടെ? ഇങ്ങനെ നോക്കുവാണെങ്കിൽ അപ്പോൾ അതിന്റെ ഒരു ഹാഫ്. അപ്പോൾ ഇതിന്റെ എല്ലാം സെന്റർ ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അറേഞ്ച്മെന്റ് തന്നെയാണ് കോൺസെൻട്രിക്കൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒരു കോൺ കേവ് സൈഡും കാണും, കോൺവെക്സ് സൈഡും കാണും. ഇനി ഇതിന്റെ ഫങ്ഷൻ അനുസരിച്ചിട്ട് ഈ ഗോൾജി കോംപ്ലക്സിന് രണ്ട് സൈഡ് ഉണ്ട്. ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ് എന്നൊക്കെ പറയുന്ന കണക്ക് രണ്ട് സൈഡ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സൈഡിന്റെ പേരാണ് സിസ് ഫേസ്. സിസ് ഫേസ് എന്ന് പറയുന്നത് ഇതെപ്പോഴും ഏതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈഡാണ് സിസ് ഫേസ് എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ന്യൂക്ലിയസ്, അതിനെ ഫേസ് ചെയ്തുകൊണ്ട സൈഡാണ് സിസ് ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഈ സിസ് ഫേസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കുറേ വെസിക്കിൾസ് കാണാം. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ വെസിക്കിൾസ് വളരെ ചെറിയ വെസിക്കിൾസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നതാണ് ട്രാൻസ്ഫേസ്.
ട്രാൻസ്ഫേസ് ഈ പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്ലാസ്മ മെംബ്രെയിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ ഇതിൻ്റെ വെസിക്കിൾസ്, അവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള വെസിക്കിൾസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ലാർജർ വെസിക്കിൾസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ സിസും ട്രാൻസും ഇത് സിസ്റ്ററിനെയുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ് കേട്ടോ. കണക്ട് ചെയ്തു ഒരു നെറ്റ്വർക്ക് പോലെയാണ് പോകുന്നത്. അതേപോലെ ഇതിൻ്റെ പൊസിഷൻ വൈസ് നമുക്ക് ഇതിനെ വേറെ 2 പേരൂടെ വിളിക്കാം. ഇത്രയും ഏരിയയെ നമുക്ക് സിസ് ഗോൾജി നെറ്റ്വർക്ക് എന്നും ഇത്രയും ഏരിയയെ നമുക്ക് ട്രാൻസ് ഗോൾജി നെറ്റ്വർക്ക് എന്നും വിളിക്കാം. ഇനി ഇതിൻ്റെ കോമ്പോസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗോൾജി കോംപ്ലക്സ് എടുത്ത് അതിൻ്റെ മൊത്തം വെയിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ വെയിറ്റിൽ 60% വെയിറ്റും ലിപ്പിഡിൻ്റെ ആയിരിക്കും, 40% വെയിറ്റ് പ്രോട്ടീൻ്റെ ആയിരിക്കും. ഓക്കെ, ഇനിയും ഈ മെംബ്രെയിൻ, ഇപ്പോൾ ഗോൾജി കോംപ്ലക്സിൻ്റെ മെംബ്രെയിൻ ഉണ്ടല്ലോ, ഈ മെംബ്രെയിൻ്റെ കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ മെയിനായിട്ടും സിസ് സൈഡിലുള്ള ഗോൾജിയുടെ കോമ്പോസിഷൻ എപ്പോഴും ഏതിന് തുല്യമായിരിക്കും? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ കോമ്പോസിഷന് തുല്യമായിരിക്കും. ക്ലിയർ ആയോ? ഇതാണല്ലോ സിസ് ഗോൾജി. ഇതിൻ്റെ മെംബ്രെയിൻ എടുത്ത് നോക്കിയാലും അതേപോലെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെംബ്രെയിൻ്റെ കോമ്പോസിഷൻ എടുത്ത് നോക്കിയാലും രണ്ടും ഒരേ കോമ്പോസിഷനാണ്. കാരണം എന്തുവാ? കാരണം ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് വെസിക്കിൾ വന്ന് ഇത് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും മെംബ്രെയിൻ കോമ്പോസിഷൻ സെയിം ആണ്. ഓക്കെ, അതേപോലെ തന്നെ ട്രാൻസ് ഗോൾജിയുടെ പോർഷനാണ് വന്നിട്ട് പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ചേരുന്നത്. അപ്പം ട്രാൻസ് ഗോൾജിയുടെ കോമ്പോസിഷനും പ്ലാസ്മ മെംബ്രെയിൻ്റെ കോമ്പോസിഷനും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ക്ലിയർ ആയില്ലേ? നമ്മുടെ ഗോൾജി കോംപ്ലക്സിൻ്റെ മെംബ്രെയിൻസ് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്ത് തുടങ്ങുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണ്. ഇനി പ്രോട്ടീൻസ്, നമുക്കറിയാം ട്രാൻസ്ലേഷൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് നടന്നിട്ട് അവിടെ പ്രോട്ടീൻ ഫോം ചെയ്യും. ആ പ്രോട്ടീൻ ഫോം ചെയ്തിട്ട് അത് ഒരു വെസിക്കിൾസിനകത്ത് ലോഡ് ചെയ്യപ്പെട്ടിട്ട് ഇവിടെ വരും. ആ വെസിക്കിൾസിനൊരു പേരുണ്ട്, അതിനെ ട്രാൻസ്പോർട്ട് വെസിക്കിൾസ് എന്ന് പറയും. എന്നിട്ടിത് ഗോൾജിയുമായിട്ട് ചേർന്ന് പിന്നെ സിസ്റ്ററിനെയായിട്ട് ജോയിൻ ചെയ്ത് അത് ഇവിടെ വരും, ട്രാൻസ് ഗോൾജിയിൽ വരും. ട്രാൻസ് ഗോൾജിയിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഏതുമായിട്ട് ജോയിൻ ചെയ്യും? വെസിക്കിളായിട്ട് ഫോം ചെയ്ത് നമ്മുടെ സെൽ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അങ്ങ് ജോയിൻ ചെയ്യും. അപ്പം ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് കണ്ടൻസ് പുറത്തേക്ക് റിലീസ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? ഇനി ഈ ഗോൾജിയിലോട്ട് എൻ്റർ ചെയ്യുന്ന പ്രോട്ടീൻസിൻ്റെ ഫെയ്റ്റ്, അതിൻ്റെ വിധി എന്താവും എന്ന് നോക്കാം. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് കയറി, മനസ്സിലായല്ലോ? ഇങ്ങോട്ട് പ്രോട്ടീൻസ് എൻ്റർ ചെയ്തു. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിയുമ്പം അതിനെന്തെങ്കിലും മോഡിഫിക്കേഷൻസ്, എന്തെങ്കിലും ചില അഡീഷണൽ ഗ്രൂപ്പ്സ് ആഡ് ചെയ്ത് മോഡിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പ്രോട്ടീൻ എവിടുത്തെയാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെംബ്രെയിനിൽ ഇരിക്കേണ്ട പ്രോട്ടീനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഗോൾജിയിൽ നിന്ന് ആ മോഡിഫിക്കേഷന് ശേഷം ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലോട്ട് തിരിച്ചു പോകാം. അങ്ങനെ ഇവിടെ ഇരിക്കേണ്ട പ്രോട്ടീൻ ആണെങ്കിൽ. ഇനി അതല്ല, ഇത് പ്ലാസ്മ മെംബ്രെയിൻ വഴി എക്സ്ട്രാ സെല്ലുലാർ മെംബ്രെയിൻ പോകേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഇതുവഴി മൂവ് ചെയ്ത് ഇവിടുന്ന് വെസിക്കിൾ ഫോം ചെയ്ത് ഇവിടെ കമ്പൈൻ ചെയ്യും. ഇനി അതും അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചില പ്രോട്ടീൻസ് ഫോം ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പ്രോട്ടീൻസ് ലൈസോസോമിനകത്ത് ഇരിക്കേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ വെസിക്കിൾസ് ഫോം ചെയ്തിട്ട് ഇത് എന്തുകൊണ്ട് ചേരും? ലൈസോസോംസിനകത്ത് തന്നെ ഇരിക്കും. So that's all about the fate of proteins that entering the Golgi. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.